വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേർന്നു. മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, കോവളം MLA M വിൻസൻ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. ജനുവരി 24-ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേർന്നു. ടാർഗറ്റിനപ്പുറത്തേക്ക് കടന്നുവരാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ കാര്യമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ലോകത്തെ MSCയുടെ കൂറ്റൻ കപ്പലുകളായിട്ടുള്ള MSC ടർക്കിയും MSC ഐറോണിയും MSC ബെറോണിയും ഉൾപ്പെടെ ഒരുപക്ഷെ വലിയ തുറമുഖങ്ങളായിട്ടുള്ള ദുബൈയിലോ കൊളംബോയിലോ ഒന്നും ഇതുവരെ എത്തിച്ചേരാത്ത കപ്പലുകൾ നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷങ്ങളായ സാഹചര്യം. ആദ്യത്തെ കരാർ അനുസരിച്ചാണെങ്കിൽ 2045 നമുക്കിത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. നമ്മൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള കരാർ അനുസരിച്ച് 2028 ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ 2, 3, 4 ഘട്ടങ്ങൾ ഒരുമിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് പുതിയ കരാറുണ്ടായത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുറമുഖം വരണം, വികസനം വരണം, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ഉള്ളത്. ആശങ്കകൾക്ക് വളരെ വേഗം പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. അവശേഷിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ച് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി വളരെ വേഗതയിൽ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെന്റ്. 24-ാം തീയതി ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുമെങ്കിലും കഴിഞ്ഞ നവംബറിൽ വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാതയുടെയും ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. പുതിയ കരാർ അനുസരിച്ച് 2, 3, 4 ഘട്ടങ്ങൾ 2028 പൂർത്തീകരിക്കും. ബെർത്ത് നിലവിലുള്ള 800 മീറ്ററിൽ നിന്ന് 2000 മീറ്ററായി വികസിപ്പിക്കും. ബ്രേക്ക് വാട്ടർ 3 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്ററായി വികസിപ്പിക്കും. നിലവിൽ മദർഷിപ്പുകൾ ഉൾപ്പെടെ 698 കപ്പലുകളാണ് തുറമുഖത്ത് എത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.